ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ നമ്മുടെ മിത്ര ആദ്യമായിട്ട് പ്രതികരിച്ചിരിക്കുകയാണ് ബാലനോട്. ഏതായാലും ബാലന്റെ മനസ്സിൽ എന്താണ് എന്നുള്ള കാര്യം നമ്മുടെ മിത്ര അറിഞ്ഞു. സത്യം പറഞ്ഞാല് നമ്മളുടെ ആര്യനോടുള്ള അമിതമായ സ്നേഹം അത് കെട്ടി നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ ഒരു ചിറയൊക്കെ കെട്ടി വെക്കുമല്ലേ, തട കെട്ടി വെക്കുക, ചിറ കെട്ടി വെക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറെ ഇങ്ങനെ കെട്ടി നിന്ന് പൊട്ടിപ്പോകുമല്ലോ. അപ്പൊ അതുപോലെ കെട്ടി നിന്ന് പൊട്ടിപ്പോയതാണ് തോന്നുന്നത്. അതാണ് നമ്മുടെ ബാലന് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അമിതമായ പ്രതീക്ഷകളെല്ലാം ഇങ്ങനെ മനസ്സിൽ കയറ്റി വെച്ചിട്ട് നമ്മുടെ ബാലൻ ആ ഒരു വഴിക്കല്ലാത്തതല്ല, ആര്യൻ ആ ഒരു വഴിക്കല്ലാത്തത് കൊണ്ട് ബാലന് പെട്ടെന്ന് ദേഷ്യം വരുന്നതാണ്. സത്യത്തിൽ ഏറ്റവും ഇഷ്ടം ആര്യനെ തന്നെയാണ് നമ്മുടെ ബാലന്. നമുക്കങ്ങനെയൊക്കെ പറയാം, പക്ഷെ ഇത് മനസ്സിൽ വെച്ചോണ്ട് നടന്നിട്ടൊരു കാര്യമില്ലല്ലോ. സ്നേഹം മകനോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും അമ്മയോടാണെങ്കിലും അച്ഛനോടാണെങ്കിലും സഹോദരനോടോ സഹോദരിയോടോ ആണെങ്കിലും പ്രകടിപ്പിക്കാനുള്ളത് തന്നെയാണ്. ചത്ത് കഴിഞ്ഞിട്ട് അയ്യോ പോയേ ചത്തേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മുടെ ഈ ബാലന്റെ ഒരു മുരട സ്വഭാവം ഉണ്ടല്ലോ, അത് മാറ്റിയെടുക്കാതെ യാതൊരു രക്ഷയുമില്ല. ഇതല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനിങ്ങനെ പറഞ്ഞ് കാട് കയറി പോകുന്നു. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഒരു ലാസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലോഹിന്റെ പേരിൽ വസ്തുക്കളെല്ലാം എഴുതി വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒട്ടും താല്പര്യമില്ല നമ്മുടെ മിത്രയുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ മിത്രയുടെ അച്ഛനും ഒന്നും. മനസ്സോടുകൂടി സമ്മതിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. തന്റെ മകൾ ഇങ്ങനെ ഇറങ്ങിപ്പോയത് കൊണ്ട് അവിടെ ഒരു വോയിസ് ഇല്ല നമ്മുടെ മിത്രയുടെ അച്ഛനും അമ്മയ്ക്കും. ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ലായിരുന്നു. നമ്മുടെ മിത്ര ഇറങ്ങിപ്പോയത് കൊണ്ട് ഒരു വോയിസ് ഇല്ല. നമ്മൾ ചെയ്തൊരു തെറ്റ്, ആ ഒരു തെറ്റ് നമ്മൾ അംഗീകരിച്ച്, അതായത് എന്റെ മകളെ എനിക്ക് നന്നായിട്ട് വളർത്താൻ പറ്റിയില്ല എന്ന ആ ഒരു ചിന്തയാണ് ആ അച്ഛനും അമ്മയ്ക്കും ഉള്ളത്. അപ്പൊ അവിടെ വേറെ ഒന്നിനും ഒരു ഇത് കാണിക്കുന്നില്ല. അവരിപ്പം സാമട്ടിനങ്ങ് ജീവിച്ചു പോവുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരാണെങ്കിൽ അലോഹിനെ വലിയ രീതിയിൽ കാണുകയും ചെയ്യുന്നു. ഏതായാലും അലോഹ് എന്താക്കും? ഇവരെ 3G ആക്കും. അത് ഉറപ്പുള്ള കാര്യമല്ലേ. സ്വത്ത് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലോഹ് 3G ആക്കുമല്ലേ ഉള്ളൂ. അലോഹും അതെ, അലോഹിന്റെ അച്ഛനും അമ്മയും അതെ. ആരാ സൈസ്? പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത് നമ്മുടെ ഗോമതിയുടെ അമ്മ തന്നെയാണ്. അപ്പൊ പുള്ളിക്കാരിക്കും ഒരു വോയിസ് ഇല്ലാതെ പോവാ. പുള്ളിക്കാരിക്കും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ഇതാണ് പറയുന്നത്. പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ഒരാളും കൂടെ നഷ്ടപ്പെടുമ്പോൾ രണ്ടുപേരും ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഗോമതിയുടെ അമ്മയും. ഏതായാലും ഗോമതിയോട് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന നമ്മുടെ ഗോമതിയുടെ അമ്മ ചെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും ഗോമതിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല. ഇവര് മതിലിന്റെ ഇപ്പുറം അപ്പുറയിൽ നിന്ന് ഭയങ്കര സംഭാഷണങ്ങളൊക്കെ ആണല്ലോ. അപ്പം ഗോമതിയുടെ അമ്മയ്ക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല. ഗോമതി പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യരുത്. ഇപ്പോഴുള്ള കാര്യമായതുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ അമ്മേ. അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പം നമ്മൾ അങ്ങനെ എഴുതി വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയും അതുപോലെ തന്നെ മിത്രയുടെ അച്ഛനും അമ്മയും ഒക്കെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്നാണ് ഇവര് പറയുന്നത്. പക്ഷെ ഇവർക്ക് അങ്ങനെ ചെയ്യാതെ ഇരിക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. അപ്പൊ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് നമ്മുടെ ഗോമതിയുടെ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അലോഹാണെങ്കിൽ സത്യം പറഞ്ഞാൽ മൊത്തം വഷളത്തരത്തിലാണ് ചെന്ന് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെയാണ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത്. ഇതിനിടയിൽ വീണ്ടും നമ്മുടെ ധർമ്മൻ ബാലനെ ഉപദേശിക്കുന്നത് കാണിക്കുന്നുണ്ട്. അതായത് ഒരു പരിധിയിൽ കൂടുതൽ ഇങ്ങനെ കടിഞ്ഞാൻ ഇടരുത്, അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് പ്രശ്നം. അതുകൊണ്ട് അളിയൻ ഇതുവരെ എന്താ അളിയെ മനസ്സിലാക്കാത്തത്? കണ്ടില്ലേ, മിത്രയെ വരെ പറഞ്ഞത് കേട്ടില്ലേ? മിത്ര വരെ അളിയനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിപ്പോ എന്താ? മോൾ എന്നോട് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പ്രശ്നമില്ല. കാരണം അവൾ അവളുടെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണല്ലോ അല്ലെങ്കിലും വേണ്ടത്. എന്റെ പൊന്നളിയ, അളിയനോട് പറഞ്ഞ തലേ കയറത്തില്ല. എന്താടാ എന്നോട് പറഞ്ഞ തലേ കയറത്തില്ലാത്തത്? എന്റെ ഭാര്യ എന്നെയല്ലേ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കത്തുള്ളൂ. അതാണ് കുഴപ്പം. എന്റെ പെങ്ങള് ചെയ്ത് ഏറ്റവും വലിയ കുഴപ്പം അതാ. അളിയൻ എന്ത് പറഞ്ഞാലും എസ് എസ് എസ്, അങ്ങനെ എസ് വെച്ച് തന്നിട്ടാണ് ഇപ്പൊ അളിയൻ ഇങ്ങനെ ആയത്. ഓഹോ, അപ്പൊ നീ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണോ എന്റെ കൂടെ നടക്കുന്നത്? എടാ, മര്യാദയ്ക്ക് എന്റെ കൂടെ കടയിൽ വരാൻ പറ്റുമെങ്കിൽ വന്നാൽ മതി. ഇല്ലെങ്കിൽ നീ വേറെ എവിടെയെങ്കിലും വെച്ചാ പോകാന്ന് വെച്ചാ പൊക്കോ. കൂടുതൽ ഉപദേശിക്കാൻ വന്നേക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാണ് നമ്മുടെ ബാലൻ അങ്ങ് പോകുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് മിത്രേനെയും ആര്യനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മിത്രയും ആര്യനും കൂടെ സംസാരിക്കാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് ഇങ്ങനെ പോയി നിൽക്കാണ് കേട്ടോ. അപ്പൊ ഒരു ചെറിയൊരു എന്താ പറയാ വീചനമായിട്ട് കിടക്കുന്ന ഒരു വഴി. അപ്പം അവിടെ ഇങ്ങനെ പോയി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ മിത്രയ്ക്ക് പറയാൻ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പൊ ആര്യൻ ചോദിച്ചു, എന്താ മിത്ര നിനക്ക് പറയാനുള്ളത്? വീട്ടിൽ വെച്ചും പറയാൻ പറ്റാത്ത എന്ത് കാര്യമാണ് നിനക്ക് ഉള്ളതെന്ന് ചോദിച്ചപ്പം
അത് പിന്നെ ഞാനിത് പറയണമെന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ആലോചിക്കുക ആര്യ. പക്ഷെ ഇതെങ്ങനെ ആര്യന്റെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നൊന്നും എനിക്കറിയില്ല. ആര്യൻ ഇതിനെ എങ്ങനെ നോക്കിക്കാണുമെന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് പറയാൻ പറ്റാതിരിക്കാത്തൊരവസ്ഥയാ. എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറഞ്ഞീയ. എന്തെങ്കിലും പ്രശ്നം കോളേജിൽ നടന്നോ? കോളേജിൽ എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടി ഞാൻ ഇത്ര ഒരു പ്രൈവറ്റ് സ്ഥലമൊന്നും തിരഞ്ഞെടുക്കൂലല്ലോ. ഇതല്ല, ഇതതിനേക്കാളും വലിയ കാര്യമാണ്. നമ്മൾ ഭാര്യയും ഭർത്താവും അറിയാതെ ഒരു കാര്യവും ഒളിപ്പിച്ചുകൊണ്ട് നടക്കരുത് എന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിന് അത് തന്നെ ഏറ്റവും സേഫ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കിത് ഒത്തിരി കൂടുതൽ സമയം ഇനിയിപ്പം എൻ്റെ മനസ്സിൽ ഇത് ഇരുന്ന് വിങ്ങുകയാണ്. മിഥുന് വീണ്ടും വീണ്ടും അവൻ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആര്? ആ മിഥുനോ? ആ മിഥുന് അവന് എൻ്റെ ഫോണിൽ പലപ്പോഴായിട്ട് മെസ്സേജ് അയക്കുകയും എൻ്റെയും മിഥുൻ്റെയും പണ്ടത്തെ പല ഫോട്ടോകൾ എന്ന് വെച്ചാൽ വേറൊന്നും അല്ല അറിയാം, ഞാനും ഇതിനും ഒരുമിച്ച് നിൽക്കുന്ന സെൽഫീസൊക്കെ അതൊക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഇത് ഞാൻ എങ്ങനെ ആര്യനോട് പറയും? ആര്യൻ ഇതെങ്ങനെ എടുക്കുന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും എനിക്കൊന്നറിയാം, അവൻ എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുക ആര്യ. ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ജീവിതം ഇപ്പം എന്തോ ഒരു നൂൽപാലത്തിലൂടെയാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ആര്യ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആര്യൻ ഇത് കേട്ട ഉടനെ തന്നെ ആദ്യം മിത്രയോട് പറയുന്നത്, നീ കൂളായിട്ടിരിക്കുക. അവൻ എന്ത് ചെയ്യുന്ന നീ പറയുന്നത്? അവൻ വെറുതെ ഓലപ്പാമ്പ് കാട്ടി ഇങ്ങനെ പേടിപ്പിക്കുന്നതല്ലേ? ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുന്നൊന്നുമല്ല. അവന് പല മെസ്സേജുകളും അതുപോലെ ഫോട്ടോസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്കറിയില്ല ആര്യം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. നീ എന്ത് ചെയ്യാനാ? അവൻ ഓലപ്പാമ്പ് കാട്ടി തന്നെ പേടിപ്പിക്കുന്നതാ. അവൻ ഓലപ്പാമ്പ് കാണിക്കുമ്പോൾ നീ പേടിക്കുന്നവനറിയാം. അതുകൊണ്ട് അവന്റെ കാര്യം നീ വിട്ടേരെ. നിന്റെ ശ്രദ്ധയിൽ ഇപ്പൊ പഠനം അതും മാത്രം മതി. പിന്നെ നീ ട്യൂഷൻ എടുക്കാൻ പോവുക, അവിടെ പോവുക, ഇവിടെ പോവുക, ജോലിക്ക് പോവുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാ മിത്ര നീ അങ്ങനെ ജോലിക്ക് പോകുന്നത്? നിന്നെ ജോലിക്ക് വിടാനാണെങ്കിലേ എനിക്ക് ഈ കഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതുകൊണ്ട് എൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല. എനിക്കോ IAS ആകാൻ പറ്റിയില്ല, നിന്നെയെങ്കിലും IAS ആക്കണം. നീ ഇപ്പം ദേവമംഗലത്തെ പെണ്ണല്ലേ, അപ്പം IAS ആയാൽ എൻ്റെ അച്ഛനല്ലേ ഇത് ഏറ്റവും കൂടുതൽ സന്തോഷം. എൻ്റെ അച്ഛൻ IAS ആക്കാൻ നോക്കിയതാ. പക്ഷെ എനിക്ക് അത്രയ്ക്ക് മൂളയും ഇല്ല. മൂള ഉണ്ടേ തന്നെ ഇപ്പം എനിക്ക് പറ്റിയ സാഹചര്യവും അല്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നേ പറയാനുള്ളൂ, നിന്റെ ശ്രദ്ധ അത് പഠനം മാത്രമായിരിക്കണം. മിഥുൻ എന്തെങ്കിലും കാണിച്ചോട്ടെ, ഇനിയിപ്പം മിഥുൻ്റെ കാര്യം ഞാൻ ഏറ്റോളാം. അല്ല, മിഥുനോട് പ്രശ്നം ഉണ്ടാക്കുവോ വഴക്കുണ്ടാക്കാനോ ഒന്നും അല്ല ഞാനിത് പറഞ്ഞത്. മനസ്സിലായി. നീ പറഞ്ഞത് നല്ല കാര്യമൊക്കെ തന്നെയാണ്. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുക തന്നെ വേണം. അതാ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് നല്ലത്. നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ, എങ്കിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു ടെൻഷൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെൻഷനൊക്കെ മാറി കിട്ടുന്നല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ ചെറിയ രീതിയിൽ ഇങ്ങനെ കണ്ണീ കണ്ട് നോക്കുന്നു, റൊമാൻസ് ഒക്കെ, പിന്നെ ഒരു കിസ്സൊക്കെ കൊടുക്കുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ ആ വക കുറച്ച് സീനുകളൊക്കെയാണ് കേട്ടോ. അപ്പൊ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരാ, പെട്ടെന്ന് പേര് മറന്നു പോവാ, ആകാശ് കടയിൽ നിൽക്കുകയാണ്. അപ്പൊ കടയിൽ സാധനങ്ങളൊക്കെ എടുത്ത് നിൽക്കുന്നു. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനും അമ്മേനെയും കാണിക്കുന്നത്. അങ്ങനെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ കുറിച്ച് തന്നെയാണ്, മീനാക്ഷിനെ കുറിച്ചും ആകാശത്തിനെ കുറിച്ചുമാണ്. അപ്പൊ മെഡിസിൻ എങ്ങാണ്ട് മേടിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ആകാശിനോട് വിളിച്ച് പറയുകയാണെങ്കിൽ മേടിച്ചുകൊണ്ട് തന്നോളൂ മോനെ എന്നിങ്ങനെ നമ്മുടെ മീനാക്ഷിയുടെ അമ്മ പറഞ്ഞപ്പം മീനാക്ഷിയുടെ അച്ഛൻ നേരെ ആകാശിനെ വിളിക്കുക. ആകാശിന്റെ ഫോൺ നോക്കിയപ്പോൾ തന്നെ മീനൂട്ടിയുടെ അച്ഛനെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എടുക്കാനൊന്നും മടിക്കുന്നുണ്ട്. അവിടെ ബാലനും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എടുക്കാൻ മടിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ ഫോൺ വിളിക്കുന്നു, എടുക്കാതിരിക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. അപ്പൊ അങ്ങനെ ഫോൺ എടുക്കുകയാണേ. ഫോൺ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ ആകാശിനോട് പറയുന്ന മരുന്ന് മേടിച്ചോണ്ട് തരുമോ മോനേന്ന്. ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മേടിച്ചോണ്ട് തരില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മേടിച്ചോണ്ട് തരാമെന്ന് പറയുകയും ചെയ്തു. പിന്നെ നമ്മുടെ ബാലന്റെ കാര്യം പറയാനില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷവുമായിട്ട് വരാം. ലൈക്ക് അടിച്ചിട്ട് പോണേ. ടാറ്റാ, ബൈ ബൈ.